Hi everyone, this is Jebin Say from Evika. അങ്ങനെ നമ്മുടെ രണ്ടാം സെറ്റ് ഓഫ് ആപ്പിൾ ഇൻ്റലിജൻറ്റ് ഫീച്ചേഴ്സ് iOS 18.2-ൽ ആപ്പിൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ മേജറായിട്ട് ഫോക്കസ് ചെയ്യാൻ പോകുന്നത് ഓൺലി ആപ്പിൾ ഇൻ്റലിജൻറ്റ് ഫീച്ചേഴ്സ് മാത്രമാണ്. നിങ്ങൾക്ക് iOS 18.2-ൻ്റെ ഒരു കംപ്ലീറ്റ് ഡീറ്റെയിൽഡ് വീഡിയോ ആണ് കാണുന്നതെങ്കിൽ എന്തായാലും ആ ഒരു വീഡിയോ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ടാവും. നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്യാം, കാണാം. അതിൽ ഈച്ച് ആൻഡ് എവറിത്തിങ് നമ്മളതിൽ കവർ ചെയ്തിട്ടുണ്ട്. ഈ ഒരു വീഡിയോയിൽ ഓൺലി ഫോക്കസിങ് ഓൺ ആപ്പിൾ ഇൻ്റലിജൻസ് മാത്രമാണ്. സോ ആ ഒരു കാര്യം നിങ്ങൾ എന്തായാലും മനസ്സിലാക്കണം. ആൻഡ് ഇതേപോലുള്ള അടിപൊളി വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കാനായിട്ട് നമ്മുടെ ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. ദിസ് ഈസ് ജെബിൻ സേവർ ഫ്രം എവിക്ക. ഏറ്റവും ആദ്യം സിറി ChatGPT ഇൻ്റഗ്രേഷൻ എടുത്തിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ആദ്യം സിറിനെ മാത്രം യൂസ് ചെയ്യാം. ഗിവ് മി എ റെസിപ്പി ഓഫ് മാർഗരിറ്റ പിസ്സ. Here are 5 videos matching recipe margarita pizza. നിങ്ങൾക്ക് നോക്കുമ്പോൾ മനസ്സിലാവും ഇത് സിറിനെ യൂസ് ചെയ്താണ് ഞാനിപ്പോൾ മാർഗരിറ്റ പിസ്സയുടെ ആ റെസിപ്പി എടുത്തിരിക്കുന്നത്. ഷോ ഓൺ യൂട്യൂബ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഇനി ChatGPT യൂസ് ചെയ്തുകൊണ്ട് നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്യാം. ഹേയ് സിറി, ഗിവ് മി എ റെസിപ്പി ഓഫ് മാർഗരിറ്റ പിസ്സ ബൈ ChatGPT. ഇവിടെ വർക്കിംഗ് വിത്ത് ChatGPT എന്ന് കൊടുത്തിട്ടുണ്ട്. ഒരു ബ്യൂട്ടിഫുൾ ആനിമേഷനും കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് നോക്കുമ്പോൾ മനസ്സിലാവും ആ ഒരു കംപ്ലീറ്റ് റെസിപ്പി ഇവിടെ ChatGPT യൂസ് ചെയ്താണ് വന്നിരിക്കുന്നത്. ഏറ്റവും അടിയിലായിട്ട് ചെക്ക് ഇൻഫർമേഷൻ ഫോർ മിസ്റ്റേക്സ് എന്ന് കറക്റ്റ് പറഞ്ഞിട്ടുണ്ട്. ഓരോ കാര്യങ്ങളും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതേപോലെ നിങ്ങൾക്ക് ഈ ഒരു റെസിപ്പി കോപ്പി ചെയ്യാനുള്ള ഓപ്ഷനും കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഓപ്ഷൻ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് സ്നാപ്പ് ഓഫ് എ സെക്കൻഡിൽ തന്നെ ChatGPTയും സിറിയും യൂസ് ചെയ്ത് ഇമ്പോർട്ടൻ്റ് ആയ എല്ലാ കാര്യങ്ങളും ഇനി മുതൽ ആക്സസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി ഈ ഒരു ChatGPT ഇൻ്റഗ്രേഷൻ നിങ്ങൾ എങ്ങനെയാണ് ആക്സസ് ചെയ്യുന്നത് വെച്ചാൽ നേരെ സെറ്റിങ്സിലേക്ക് പോകാം. അവിടെ ആപ്പിൾ ഇൻ്റലിജൻസ് ആൻഡ് സിറി എന്ന ഓപ്ഷൻ ഉണ്ടാകും. ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം. തൊട്ട് താഴത്തേക്ക് പോകുമ്പോൾ ഇവിടെ എക്സ്റ്റൻഷൻസിൽ ChatGPT ഓപ്ഷൻ നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടാകും. ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം. ഇവിടെ നോക്കുമ്പോൾ മനസ്സിലാവും നിങ്ങൾക്ക് ഈ പറഞ്ഞ ChatGPT ആപ്പ് ഓൾറെഡി ഉണ്ടെങ്കിൽ അപ്ഡേറ്റ് ചെയ്യാനും അല്ലെങ്കിൽ ഇൻസ്റ്റാൾ ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതേപോലെ ChatGPT റിക്വസ്റ്റ് അക്സെപ്റ്റ് ചെയ്യാനുള്ള അല്ലെങ്കിൽ കൺഫേം ചെയ്യാനുള്ള ഓപ്ഷനും ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ഒരു പ്രോ യൂസർ ആണെങ്കിൽ ഇവിടെ അണ്ടർ ലിമിറ്റിന് പകരം ഒരു പുതിയ ഓപ്ഷൻ വരുന്നുണ്ടാവും, അല്ലെങ്കിൽ ChatGPT വാങ്ങിക്കാൻ ഉള്ള ഓപ്ഷനും ഇവിടെ വരുന്നുണ്ട്. ഓൾറെഡി ഈ ഒരു ChatGPT അക്കൗണ്ട് നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് സൈൻ ഇൻ ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് നിർബന്ധമില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ഈ ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് സൈൻ ഇൻ ചെയ്യാം. ആൻഡ് വൺ ഓഫ് ദ ഇമ്പോർട്ടൻറ്റ് കാര്യമാണ് ഈ ഒരു ആപ്പിൾ ഇൻ്റലിജൻസ് എല്ലാ കൺട്രീസിലും അവൈലബിൾ അല്ല. നിങ്ങൾക്ക് എങ്ങനെയാണ് ഈ ഒരു ആപ്പിൾ ഇൻ്റലിജൻസ് കറക്റ്റായിട്ട് ആക്ടിവേറ്റ് ചെയ്യേണ്ടത്, ഇൻസ്റ്റാൾ ചെയ്യുന്നത് എന്നുള്ള ഫുൾ ഡീറ്റെയിൽസ് ഒരു സെപ്പറേറ്റ് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. വീഡിയോ ലിങ്ക് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അതുകൊണ്ട് തന്നെ ക്ലിയർ ആയിട്ട് കണ്ട് മനസ്സിലാക്കി ഈ ഒരു ആപ്പിൾ ഇൻ്റലിജൻസ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ആൻഡ് മേക്ക് ഷുവർ ഈ പറയുന്ന ഇമേജ് പ്ലേ ഗ്രൗണ്ടും ബാക്കി എല്ലാ ഫീച്ചേഴ്സും ആപ്പിളിൻ്റെ ഈ ഒരു iOS 18 ഇൻസ്റ്റാൾ ചെയ്ത് അപ്പം തന്നെ ലഭിക്കില്ല. അതിന് പകരം നിങ്ങളുടെ ഫോൺ വൈഫൈ ആയിട്ട് കണക്ട് ചെയ്യണം. അതേപോലെ ഈ ഒരു ഫോൺ പ്ലഗ് ഇൻ ചെയ്യണം. അതായത് നമ്മുടെ ഫോൺ ചാർജിലും അതേപോലെ വൈഫൈയിലാണെങ്കിൽ മാത്രമാണ് ബാക്ക്ഗ്രൗണ്ടിൽ ഈ പറഞ്ഞ ഇമേജ് പ്ലേ ഗ്രൗണ്ട് ബാക്കി എല്ലാ ആപ്പിൾ ഇൻ്റലിജൻസിൻ്റെ കാര്യങ്ങളും ഡൗൺലോഡ് ആകുകയുള്ളൂ. അത് ഡൗൺലോഡ് ആയാൽ മാത്രമാണ് ഈ എല്ലാ ഫീച്ചേഴ്സും നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അത് നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ട ഒരു സ്റ്റെപ്പ് തന്നെയാണ്. അടുത്ത വന്നിരിക്കുന്ന ഒരു മേജർ അപ്ഡേറ്റ് ആണ്. ഇനി മുതൽ നമുക്ക് ഇമേജ് പ്ലേ ഗ്രൗണ്ട് എന്ന ഓപ്ഷൻ ആപ്പിൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഈ ഒരു ഓപ്ഷൻ യൂസ് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വർക്ക് ചെയ്ത് അല്ലെങ്കിൽ ഈ പറഞ്ഞ ആപ്പിൾ ഇൻ്റലിജൻസ് യൂസ് ചെയ്തുകൊണ്ട് നമ്മുടെ കോണ്ടാക്റ്റിലുള്ള ഓരോ ആൾക്കാരുടെയും ഫോട്ടോസ് ഇതേപോലെ ഒരു ഫോട്ടോസായിട്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇത് ഞാൻ ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത കുറച്ച് ഫോട്ടോസാണ്. ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് റിയൽ സിറ്റുവേഷൻസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നതല്ല. ഇതേപോലെ കാർട്ടൂൺസും അതേപോലെ സ്റ്റെൻസിൽ ഓപ്ഷൻസുമാണ് ഇപ്പോൾ ആപ്പിൾ ഈ ഒരു പ്ലേ ഗ്രൗണ്ടിൽ അവൈലബിൾ ആയിട്ടുള്ളൂ. ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം. ഇവിടെ ക്ലിക്ക് ഓപ്ഷൻ കൊടുക്കുമ്പോൾ നിങ്ങൾ കുറേയധികം സജഷൻസ് കൊടുത്തിട്ടുണ്ട്. അതേപോലെ ഡിസ്ക്രൈബ് ആൻഡ് ഇമേജ് എന്ന് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവിടെ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ കോണ്ടാക്റ്റ് സേവ് ചെയ്തിരിക്കുന്ന അതേപോലെ ഫോട്ടോസിൽ ആഡ് ചെയ്തിരിക്കുന്ന ഓരോ ആൾക്കാരുടെയും പേരും ഡീറ്റെയിൽസും നിങ്ങൾക്കിവിടെ ലഭിക്കും. അതേപോലെ ഇവിടെ ഒരു പ്ലസ് ബട്ടണും ലഭിച്ചിട്ടുണ്ട്. ഇവിടെ തൊട്ട് താഴത്ത് കൊടുത്തിട്ടുണ്ട് ആപ്പിളിൻ്റെ ഒരു ബേറ്റയാണ് ഇപ്പോഴും ഇവിടെ വർക്ക് ചെയ്യുന്നത്. ഇമേജ് പ്ലേ ഗ്രൗണ്ട് മേ ക്രിയേറ്റ് അൺഎക്സ്പെക്റ്റഡ് റിസൾട്ട്സ് എന്ന് കറക്റ്റായിട്ട് ഒരു നോട്ട് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഞാൻ എൻ്റെ ഫേസ് ആഡ് ചെയ്തു.
അതേപോലെ കുറച്ചധികം സജഷൻസ് വന്നിട്ടുണ്ട്. ഷോ മോർ കൊടുത്തു, ഇവിടെ ഞാൻ അഡ്വഞ്ചർ കൊടുത്തു. അതിനുശേഷം ഇവിടെ ഞാൻ ജസ്റ്റ് ഒന്ന് റേസ് കാർ ഡ്രൈവർ എന്ന് സെലക്ട് ചെയ്തു. അതിനുശേഷം എനിക്കിഷ്ടമുള്ളൊരു ആക്സസറി ഞാനിവിടെ സൺഗ്ലാസ് ആഡ് ചെയ്തു. അതേപോലെ പ്ലേസും ഞാനിവിടെ ഒരു സ്റ്റേഡിയമാണ് കൊടുക്കുന്നത്. ഇത്രയും ഓപ്ഷൻസ് കൊടുത്തു കഴിയുമ്പോഴത്തേക്കും ഒരു കറക്റ്റ് ഒരു ഇമേജ് വന്നിട്ടുണ്ടാകും. ജസ്റ്റ് നമുക്ക് വെയിറ്റ് ചെയ്യാം. ഡൺ കൊടുത്തു. ഇവിടെ മൾട്ടിപ്പിൾ ഓപ്ഷൻസ് ആണ് വന്നിരിക്കുന്നത്. ഞാൻ ജസ്റ്റ് സ്വൈപ്പ് ചെയ്യുമ്പോൾ ഇവിടെ ഒരു ലോഡിങ് കാണിക്കുന്നുണ്ട്, അടുത്ത ഫോട്ടോ വന്നിട്ടുണ്ട്. പക്ഷേ ഇതൊന്നും എൻ്റെ ഒരു ഫേസ് റെക്കഗ്നീഷനായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ ജസ്റ്റ് 3 ഡോട്ട് ടാപ്പ് ചെയ്യാം. നിങ്ങൾക്ക് ഇവിടെ റിപ്പോർട്ട് എ കൺസേൺ, സേവ് ഇമേജ്, ഷെയർ, കോപ്പി എന്ന ഓപ്ഷൻ ഉണ്ട്. ഈ ഒരു ഫോട്ടോ നിങ്ങൾക്ക് കറക്റ്റായിട്ട് തോന്നുന്നില്ലെങ്കിൽ ഈ ഒരു കൺസേണിൽ റിപ്പോർട്ട് ചെയ്യാനാണ് കറക്റ്റ് എൻ്റെ ഫോട്ടോ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല എന്നുള്ള ഡീറ്റെയിൽസ്. അതേപോലെ ജസ്റ്റ് ടാപ്പ് ചെയ്യുകയാണെങ്കിൽ ആ ഒരു ഫോട്ടോ എനിക്കിവിടെ കറക്റ്റായിട്ട് സേവ് ആവുന്നുണ്ട്. നിങ്ങൾക്ക് ഇവിടെ നിന്നും ഈ പറഞ്ഞ ഫോട്ടോ ഷെയർ ചെയ്യാനും ഡിലീറ്റ് ചെയ്യാനും എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഞാൻ ഡിലീറ്റ് ചെയ്യുകയാണ്, കാരണം ഇതെൻ്റെ ഫേസ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. ജസ്റ്റ് ക്ലോസ് ചെയ്തു. നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യുന്ന എല്ലാ ഫോട്ടോസും ഇതേപോലെ ലിസ്റ്റ് ചെയ്ത് കിടക്കുന്നുണ്ടാവും. അതോടൊപ്പം നിങ്ങൾക്ക് ഫോട്ടോസ് ഈ പറഞ്ഞ ഇമേജ് പ്ലേഗ്രൗണ്ടിൽ മാത്രമല്ല മെസ്സേജസിലും നിങ്ങൾക്ക് ഇമേജ് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. അതിനെ നേരെ നമുക്ക് മെസ്സേജിങ് ആപ്പിലേക്ക് പോവാം. ഈ ഒരു മെസ്സേജ് ആപ്പിലേക്ക് ചെന്നിട്ട് ജസ്റ്റ് ഈ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ഇവിടെ ഇമേജ് പ്ലേഗ്രൗണ്ട് എന്ന ഓപ്ഷൻ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ജസ്റ്റ് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഈ പറഞ്ഞ ഇമേജ് പ്ലേഗ്രൗണ്ട് കറക്റ്റായിട്ട് ഇവിടെയും നമുക്ക് ആക്സസ് ചെയ്യാം. നേരത്തെ ഞാൻ കാണിച്ച സെയിം ഓപ്ഷൻസ് നമുക്ക് ഇവിടെയും ഉണ്ട്. ജസ്റ്റ് ഒരു പുതിയ ഇമേജ് ഞാൻ ക്രിയേറ്റ് ചെയ്യാണ്. റെഡ് കാർ ഇൻ ലൈറ്റ് ഹൗസ് ഞാൻ ജസ്റ്റ് ഒന്ന് കൊടുത്തു. ഡൺ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് നോക്കുമ്പോൾ മനസ്സിലാവും ആ ഒരു ഓപ്ഷൻ ഇവിടെ വന്നിട്ടുണ്ട്. എനിക്ക് വേറെ ഏതെങ്കിലും ഫോട്ടോസ് വേണമെങ്കിൽ ജസ്റ്റ് സ്വൈപ്പ് ചെയ്യുകയാണെങ്കിൽ ആ ഒരു മൾട്ടിപ്പിൾ ഫോട്ടോ ഓപ്ഷൻ എനിക്കിവിടെ വരുന്നുണ്ട്. ഇതേപോലെ നിങ്ങൾക്ക് അടിപൊളിയായ ഫോട്ടോസ് ജനറേറ്റ് ചെയ്യാൻ ഈ ഒരു ഇമേജ് പ്ലേഗ്രൗണ്ടിൽ പെട്ടെന്ന് പറ്റുന്നതാണ്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക, റിയൽ ഫോട്ടോസ് നമുക്ക് ഈ പറയുന്ന ഇമേജ് പ്ലേഗ്രൗണ്ട് ഉപയോഗിച്ചുകൊണ്ട് ചെയ്യാൻ പറ്റുന്നതല്ല. നമുക്ക് അടുത്ത വന്ന ഫീച്ചറാണ് ജെമോജി എന്ന് പറയുന്നത്. ജസ്റ്റ് ഈ ഒരു ഇമോജി പാലറ്റിൽ ക്ലിക്ക് ചെയ്യാം. ഇവിടെ നോക്കും മനസ്സിലാവും ഒരു പുതിയ ഇമോജി മേക്കിംഗ് ഓപ്ഷനാണ് വന്നിരിക്കുന്നത്. ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ഫ്രേസ് കൊടുത്തുകൊണ്ട് ആ ഒരു ഇമോജി ക്രിയേറ്റ് ചെയ്യാം. ഞാനിപ്പോൾ സ്മൈലി ഫേസ് എമിലി എന്നാണ് വന്നത്. ജസ്റ്റ് സ്മൈലി എന്നാക്കാം. സ്മൈലി ഫേസ് വിത്ത് റെഡ് ഹാറ്റിന് കൊടുക്കുകയാണ്. റെഡ് ഹാറ്റിന് കൊടുത്തു. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നോക്കുമ്പോൾ മനസ്സിലാവും ട്രൈ അനദർ ഡിസ്ക്രിപ്ഷൻ എന്ന് കൊടുത്തിട്ടുണ്ട്. ഞാൻ ഈ സ്മൈലി ഫേസ് മാറ്റിയിട്ട് ജസ്റ്റ് വേറൊരു കാര്യം കൊടുക്കണം. ഫ്രോഗ് എന്ന് കൊടുത്തു. ആ ഒരു ഡിസ്ക്രിപ്ഷൻ ചിലപ്പോൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള റിസൾട്ട്സ് തരുമെന്ന് കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നോക്കുമ്പോൾ മനസ്സിലാവും ഒരു ഫ്രോഗ് വിത്ത് റെഡ് ഹാറ്റാണ് ഇവിടെ വന്നിരിക്കുന്നത്. അതേപോലെ നിങ്ങൾക്ക് 2 ഓപ്ഷൻസും ഇവിടെ വന്നിട്ടുണ്ട്. ഒരു 3rd ഓപ്ഷൻ ഇവിടെ ജനറേറ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഈ ഒരു ഇമോജി ഞാൻ ക്രിയേറ്റ് ചെയ്താൽ ജസ്റ്റ് ഡൺ കൊടുക്കാം. ആ ഒരു ഇമോജി ഓട്ടോമാറ്റിക്കലി എനിക്കിവിടെ സെൻഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ആപ്പിൽ കൊണ്ടുവന്നുണ്ട്. ഇതേപോലെ കസ്റ്റമായിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഇമോജി ഇനി മുതൽ ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. ഈ ഓരോ ക്രിയേറ്റ് ചെയ്യുന്ന ഇമോജീസും നിങ്ങൾക്ക് ഇവിടെ കറക്റ്റായിട്ട് വരുന്നുണ്ടാവും. ഇവിടെ നോക്കുമ്പോൾ മനസ്സിലാവും ഈ ഓരോ ഇമോജീസ് നിങ്ങൾക്ക് ഇവിടെ കറക്റ്റായിട്ട് ലിസ്റ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ ഒരു വട്ടം ക്രിയേറ്റ് ചെയ്യുന്ന ഇമോജി ഇതേപോലെ മെമ്മറിയിൽ ഇരിക്കുന്നുണ്ടാവും. നിങ്ങൾക്ക് ഈസി ആയിട്ട് ആ ഒരു ഇമോജി ആക്സസ് ചെയ്യാനും പറ്റുന്നുണ്ട്. നമ്മുടെ അടുത്ത അപ്ഡേറ്റ് ആണ് വിഷ്വൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത്. iPhone 16 സീരീസിൽ മാത്രമാണ് വിഷ്വൽ ഇൻ്റലിജൻസ് ലഭിക്കുകയുള്ളൂ. കാരണം ക്യാപ്ചർ ബട്ടണുള്ള ഡിവൈസിൽ ഈ ഒരു ഓപ്ഷൻ നമുക്ക് വന്നിട്ടുള്ളൂ. ജസ്റ്റ് പ്രസ് ആൻഡ് ഹോൾഡ് ചെയ്യാം. നിങ്ങൾക്ക് വിഷ്വൽ ഇൻ്റലിജൻസ് വന്നിട്ടുണ്ട്. ഇതൊരു ChatGPT വിത്ത് ഗൂഗിൾ ലെൻസിൻ്റെ ഇൻ്റഗ്രേഷനാണ്. 2 കാര്യങ്ങളും നിങ്ങൾക്ക് ഒരേ സ്ഥലത്ത് കിട്ടുന്ന ഈ ഒരു ഓപ്ഷൻ നല്ല രീതിക്ക് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. ജസ്റ്റ് ഇവിടെ കൊണ്ടുപോവുക. ഈ ഒരു ക്യാപ്ചർ ബട്ടൺ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. നിങ്ങൾക്ക് നോക്കുമ്പോൾ മനസ്സിലാവും ആ ഒരു കാര്യം കറക്റ്റായിട്ട് ആക്സസ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ആസ്ക് സെർച്ച് എന്ന ഓപ്ഷനാണ് കൊടുത്തിരിക്കുന്നത്. ഞാനിവിടെ സെർച്ച് ചെയ്യാണ്. സെർച്ചിങ് വിത്ത് ഗൂഗിൾ എന്ന് കാണിച്ചിട്ടുണ്ട്. ഇതിനുള്ള റിസൾട്ട്സ് ഇപ്പോൾ കാണിച്ചിട്ടുണ്ട്. കുറച്ചധികം നല്ല ജെമോജീസ് അല്ലെങ്കിൽ ഈ പറയുന്ന ആനിമോജീസ് ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. ജസ്റ്റ് ക്യാൻസൽ ചെയ്യാം. അതേപോലെ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഫോട്ടോസ് എടുക്കാം. ആസ്ക് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുകയാണെങ്കിൽ ChatGPT ആയിട്ട് ഈ ഒരു കാര്യം ചോദിക്കുന്നുണ്ട്. നിങ്ങൾക്കിപ്പോൾ ഏതെങ്കിലും ഒരു ടെക്സ്റ്റോ ബാക്കി കാര്യങ്ങളോ ചിലപ്പോൾ ChatGPT ആയിട്ട് നിങ്ങൾക്ക് കാണിക്കും. ഇവിടെ നിങ്ങൾക്ക് ആ റിസൾട്ട് വന്നിട്ടുണ്ട്. ദിസ് ഈസ് ആൻ ആനിമേറ്റഡ് ഗ്രാഫിക്സ് ക്യാരക്ടർ ഓൺ എ കാർഡ് പോസിബിളി യൂസ്ഡ്
ഫോർ ബ്രാൻഡിങ് ആൻഡ് പ്രൊമോഷണൽ പേർപ്പസ് എന്ന് കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു കാര്യമല്ല, നിങ്ങൾക്ക് ഏതെങ്കിലും കോൺസേർട്ട് ടിക്കറ്റ്സോ ബാക്കി കാര്യങ്ങളോ യൂസ് ചെയ്യണമെങ്കിൽ ഈ ഒരു വിഷ്വൽ ഇൻ്റലിജൻസ് യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് അൺലോക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. അടുത്ത വന്നിരുന്ന മാറ്റം നമ്മുടെ നോട്ട്സ് ആപ്പിലാണ്. ഇനി മുതൽ നമുക്ക് ഒരു ചെറിയ സ്കെച്ച് ഉപയോഗിച്ചുകൊണ്ട് ഒരു നല്ല ഇമേജ് ജനറേറ്റ് ചെയ്യാൻ പറ്റും. അതിനെ മാജിക് വോൺ എന്നാണ് നമുക്ക് പറയുന്നത്. ജസ്റ്റ് ഒരു ഫോട്ടോ ഞാനിപ്പോൾ ജസ്റ്റ് ഡ്രോ ചെയ്യാണ്. ഞാനൊരു വീടിൻ്റെ ഫോട്ടോ, ജസ്റ്റ് ഒരു വീടിൻ്റെ ഫോട്ടോയും 3 കിളികളും ഒരു സൂര്യനെ ഞാനിവിടെ വരച്ചു. ജസ്റ്റ് നമുക്ക് റഫായിട്ട് വരച്ചാൽ മതി. അതിനുശേഷം ഇവിടെ കാണുന്ന ഈ ഒരു മാജിക് വോണിൻ്റെ ഓപ്ഷൻ നമ്മൾ സെലക്ട് ചെയ്യുക. അതിനുശേഷം ജസ്റ്റ് ഞാനിങ്ങനെ സർക്കിൾ ചെയ്ത് കൊടുക്കുകയാണ്. സർക്കിൾ ചെയ്തതിന് ശേഷം കുറച്ച് ഓപ്ഷൻസ് നിങ്ങൾക്ക് ഇവിടെ വന്നിട്ടുണ്ട്. സ്റ്റാർട്ട് വിത്ത് എ ഫ്യൂ വേർഡ്സ് ഓർ എ ഫ്രേസ് ദാറ്റ് ബെസ്റ്റ് ഡിസ്ക്രൈബ് ദിസ് ഇമേജ് എന്ന് ഞാൻ കൊടുക്കുകയാണ്. എ ഹൗസ് വിത്ത് 3 ബേർഡ്സ് ഇൻ എ സണ്ണി ഡേ എന്ന് ഞാൻ കൊടുക്കുകയാണ്. അതിനുശേഷം ഞാൻ ആ ഒരു ഇമേജ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി കൊടുത്തിട്ടുണ്ട്. ഞാൻ നേരത്തെ യൂസ് ചെയ്ത ആ ഒരു ഇമേജും അതേപോലെ കൊടുത്ത ഡിസ്ക്രിപ്ഷനും ഇവിടെ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് നോക്കുമ്പോൾ മനസ്സിലാവും, ഒരു 2-3 ഇമേജിൻ്റെ റിസൾട്ടാണ് വന്നിരിക്കുന്നത്. അത് ഞാൻ കൊടുത്ത സെയിം കമാൻഡ് തന്നെ, ഒരു വീടും 3 കിളികളും ഒരു സൂര്യനും അല്ലെങ്കിൽ സണ്ണി ഡേയും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഏറ്റവും വലിയ ഗുണം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് ഒരു പ്രസൻറ്റേഷനോ അല്ലെങ്കിൽ എന്തെങ്കിലും നോട്ട്സൊക്കെ പ്രിപ്പയർ ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് ആ ഒരു ഫോട്ടോ കുറച്ചുകൂടെ ഇമേഴ്സീവായിട്ടും ആ ഒരു ഫീലും നിങ്ങൾക്ക് ഈ ഒരു നോട്ട്സ് ആപ്ലിക്കേഷനിൽ ഇനി മുതൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇവിടെ നിങ്ങൾക്ക് നോക്കുമ്പോൾ മനസ്സിലാവും, ആ ഒരു ഫോട്ടോ എനിക്ക് എൻലാർജ് ചെയ്യാനും സ്കെയിൽ ചെയ്യാനും കറക്റ്റായിട്ട് പറ്റുന്നുണ്ട്. ഈ ഒരു ഓപ്ഷൻ യൂസ് ചെയ്തുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പ്രാക്ടിക്കൽ നോട്ട്സും ബാക്കി കാര്യങ്ങളൊക്കെ ഈസി ആയിട്ട് പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്നതാണ്. അതോടൊപ്പം ഇനി മുതൽ നമുക്ക് ChatGPT ഇൻ്റഗ്രേഷനും ഈ നോട്ട്സ് ആപ്പിൽ വന്നിട്ടുണ്ട്. ജസ്റ്റ് ഞാൻ പുതിയ നോട്ട് ക്രിയേറ്റ് ചെയ്യാം. ഇവിടെ ഈ റൈറ്റിംഗ് ടൂൾ സെലക്ട് ചെയ്യാം. തൊട്ട് താഴത്തേക്ക് നോക്കുമ്പോൾ കമ്പോസ് എന്ന ഓപ്ഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ChatGPT കമ്പോസ് നിങ്ങൾക്ക് ഓൾറെഡി വന്നിട്ടുണ്ട്. ഞാനവിടെ iPhone 16 ഫീച്ചേഴ്സ് എന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്തു. അതിനുശേഷം ഞാനൊരു പ്രോംപ്റ്റ് സെലക്ട് ചെയ്യുകയാണ്. ഒരു ആപ്പിൾ ഇൻ്റലിജൻസിൻ്റെ ഒരു ആനിമേഷൻ ഇവിടെ വരുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. നിങ്ങൾക്ക് ആ ഒരു കംപ്ലീറ്റ് റിസൾട്ടും ChatGPT യൂസ് ചെയ്താണ് വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് നോക്കുമ്പോൾ മനസ്സിലാവും എല്ലാ കാര്യങ്ങളും ജസ്റ്റ് ഡൺ കൊടുത്തു. നിങ്ങൾക്ക് നോക്കുമ്പോൾ മനസ്സിലാവും ഡിസൈൻ, ഡിസ്പ്ലേ, ക്യാമറ ഫീച്ചേഴ്സ്, പെർഫോമൻസ് എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഈസി ആയിട്ടാണ് ലഭിച്ചിരിക്കുന്നത്. അതിനുശേഷം ഞാൻ ഈ ഒരു റൈറ്റിംഗ് ടൂൾ ഒന്നുകൂടെ സെലക്ട് ചെയ്തു, കമ്പോസ് എടുത്തു. നിങ്ങൾക്ക് ഒന്നും കൂടെ പുതിയ കാര്യങ്ങളോ ആഡ് ചെയ്യണമെങ്കിൽ ഈ പറഞ്ഞ കമ്പോസ് വിത്ത് ChatGPT യൂസ് ചെയ്ത് കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടും നിങ്ങൾക്ക് ഒന്നും കൂടെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇതേപോലെ ChatGPT ഇൻ്റഗ്രേറ്റഡ് നോട്ട്സ് ആയതുകൊണ്ട് നിങ്ങൾക്ക് ഈസി ആയിട്ട് ChatGPT ആപ്ലിക്കേഷൻസോ ബാക്കി ഒന്നും യൂസ് ചെയ്യാതെ ഇതേപോലെ ആക്സസ് ചെയ്യാം. ഇതിൻ്റെ ഏറ്റവും വലിയ ഗുണം എന്ന് പറയുന്നത്, ഈ ഓരോ നോട്ട്സുകളും നിങ്ങളുടെ iCloud-ആയിട്ട് സേവ് ആയിരിക്കും. ആൻഡ് ഈ ഒരു iCloud-ആയിട്ട് സേവ് ആയതുകൊണ്ട് തന്നെ എല്ലാ ഡിവൈസിലും ഈ ഒരു സെയിം ആപ്പിലൈഡിയുള്ള എല്ലാ ഡിവൈസിലും ഈ ഒരു ChatGPT റിസൾട്ട് നിങ്ങൾക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് മെഡിക്കലായിട്ടോ അല്ലെങ്കിൽ പ്രൊഫഷണൽ പരമായിട്ടോ ഈ ഒരു ChatGPT നോട്ട്സ് യൂസ് ചെയ്തുകൊണ്ട് സെലക്ട് ചെയ്യാനും അതേപോലെ യൂസ് ചെയ്യാനും പറ്റുന്നതാണ്. ഈ ഒരു വീഡിയോയിൽ കൂടുതലും പുതിയ കാര്യങ്ങൾ iOS 18 പറ്റി നിങ്ങൾ അറിഞ്ഞു മനസ്സിലാക്കി എന്ന് വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക. എല്ലാ കൂട്ടർക്കും ഈ ഒരു വീഡിയോ ഷെയർ കൊടുക്കുക. ഈ ഒരു അപ്ഡേറ്റിന് ശേഷമുള്ള പെർഫോമൻസ്, ബാറ്ററി എന്നിങ്ങനെ എല്ലാ കാര്യങ്ങളും ഫോളോ വീഡിയോയിൽ ഞാൻ പറയുന്നുണ്ട്. ഈ ഒരു വീഡിയോ മാത്രം കണ്ടാൽ പോലെ ഫോളോ വീഡിയോ കണ്ടാലാണ് നിങ്ങൾക്ക് കുറച്ചും കൂടെ ഈ ഒരു അപ്ഡേഷൻ്റെ റിവ്യൂ കറക്റ്റായിട്ട് മനസ്സിലാവുക. സോ എന്തായാലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന ഉറപ്പ് വരുത്തുക. എന്നാൽ മാത്രമാണ് റിലീസ് ചെയ്യുന്ന അപ്ഡേഷൻസ് നിങ്ങൾക്ക് സ്പോട്ടിൽ തന്നെ ലഭിക്കുകയുള്ളൂ. ആൻഡ് ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക് എന്നീ പറഞ്ഞ എല്ലാ സോഷ്യൽ മീഡിയ കൂടെയും നിങ്ങൾക്ക് നമ്മളെ ഫോളോ ചെയ്യാം. ലിങ്ക് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ദിസ് ഇസ് Vibin Xavier signing from Evika.